നമസ്കാരം. കടമ്പനാട് സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിലെ കിണറ്റിൽ പാറമടയിൽ നിന്നും ശേഖരിച്ച മലിനജലം കൊണ്ടുവന്ന് നിറച്ചതിനെ തുടർന്ന് ഇതുപയോഗിച്ച കുട്ടികൾ വയറിളക്കവും ഛർദിയും ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ. 77 കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. കുട്ടികളിൽ നിന്നും മാതാപിതാക്കളിലേക്കും രോഗം പടരുമ്പോഴും പോലീസും ആരോഗ്യവകുപ്പും അനാസ്ഥ തുടരുന്നു. വെള്ളമെത്തിച്ച ടാങ്കർ ലോറിക്കാരനെതിരെ പെറ്റി കേസ് എടുക്കുക മാത്രമാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. ലോറി കസ്റ്റഡിയിലെടുത്തതാണ് ഏക നടപടി. വെള്ളത്തിന്റെ രാസപരിശോധനാ ഫലം വരാതെ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടിലാണ് പോലീസ്. സ്കൂളിലെ മോട്ടോർ പമ്പ് കേടായതിനെ തുടർന്ന് പമ്പിംഗ് മുടങ്ങിയപ്പോഴാണ് വേറെ വെള്ളം കൊണ്ടുവരാൻ പുറത്ത് ടാങ്കർ ലോറിക്കാരനെ ഏൽപ്പിച്ചത്. ഷാജി എന്ന ടാങ്കർ ലോറി ഉടമ വെള്ളം കൊണ്ടുവന്ന് സ്കൂൾ കിണറ്റിലേക്ക് ഒഴുക്കുകയായിരുന്നു. ഈ കിണർ ഏറെ നാളായി വൃത്തിയാക്കിയിരുന്നില്ല എന്നും പറയുന്നു. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്നതാണ് പാറമട. നിരന്തരം കക്കൂസ് മാലിന്യം കൊണ്ട് തള്ളുന്നതാണ് ഈ പാറമടയിൽ. ഇക്കോളി കൊലിഫോം ബാക്ടീരിയ നിറഞ്ഞ വെള്ളമാണ് ഇതിലുള്ളത്. ഇതാണ് ടാങ്കർ ഉടമ സ്കൂൾ കിണറ്റിൽ കൊണ്ടുവന്ന് അടിച്ചത്. ഇത്തരം ബാക്ടീരിയകൾ അടങ്ങിയ ജലം കുടിച്ചാൽ ആരോഗ്യക്കുറവും മറ്റസുഖവുമുള്ള കുട്ടികൾക്ക് മരണം വരെ സംഭവിക്കാം. 77 കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും ബാധിച്ച് ചികിത്സ തേടിയെങ്കിലും പിറ്റേന്ന് സ്കൂൾ പ്രവൃത്തി ദിനമാക്കി. എന്നാൽ പകുതിയിലേറെ കുട്ടികൾ വരാതിരുന്നതിനാൽ പിന്നീട് അവധി പ്രഖ്യാപിച്ചു. ഇപ്പോൾ സ്കൂൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. ചില കുട്ടികൾ ഈ വെള്ളം കുടിക്കുകയും ചെയ്തിരുന്നു. അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ആശുപത്രികളിൽ നിന്നും പ്രാഥമിക ചികിത്സ നൽകി വിട്ട കുട്ടികൾക്ക് ഇപ്പോഴും വയറിളക്കം നിലച്ചിട്ടില്ല. ചില രക്ഷിതാക്കളിലേക്കും ഇത് പടരുന്നു. വളരെ ഗുരുതരമായ അവസ്ഥാവിശേഷം സംജാതമായിട്ടും സ്കൂൾ അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല. സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമം തകൃതിയായി നടക്കുന്നുണ്ട്. CPM കോൺഗ്രസ് നേതാക്കളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. സംഭവത്തെക്കുറിച്ച് ഒരു രക്ഷിതാവ് മറുനാടനോട് പറഞ്ഞത് ഇങ്ങനെ: സ്കൂളിൽ 2 കിണറുകളുണ്ട്. ഒന്ന് കുഴൽക്കിണറും മറ്റൊന്ന് അല്ലാത്തതും. കുഴൽക്കിണറിൽ നിന്നാണ് മെയിൻ ടാങ്കിലേക്ക് പമ്പ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ കിണർ 2 വർഷത്തോളമായി ഉപയോഗശൂന്യമായിരുന്നു. കുഴൽക്കിണറിന്റെ പമ്പ് തകരാറിലായതിനെ തുടർന്ന് പുറമേയുള്ളയാൾക്ക് വെള്ളം എത്തിക്കാൻ കരാർ നൽകി. ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന വെള്ളം സ്കൂളിലെ ടാങ്കിലേക്ക് നിറയ്ക്കാനായി നിർദ്ദേശം നൽകി. ഇത് പ്രായോഗികമല്ലാത്തതിനാൽ വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടന്ന കിണറ്റിലേക്ക് ഒഴുക്കുകയായിരുന്നു. ഇതിൽ നിന്നും ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് ഉപയോഗിക്കുകയായിരുന്നു. ഇതുപയോഗിച്ച് പാത്രവും വായയും കഴുകിയ കുട്ടികൾക്കാണ് വയറിളക്കവും ഛർദിയും ഉണ്ടായത്. വെള്ളം ഒരു കിണറ്റിൽ നിന്നും എടുത്തതാണെന്നാണ് ലോറി ഉടമയുടെ അവകാശവാദം. അയാൾ ഒരു കിണറും കാട്ടിക്കൊടുത്തിരുന്നു. നിർമ്മാണ സ്ഥലങ്ങളിൽ പണിക്ക് വെള്ളം എത്തിക്കുന്നതാണ് ലോറി. CCTV ദൃശ്യങ്ങളടക്കം ഇയാൾ പോലീസിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇയാൾ കാണിച്ച കിണറ്റിലെ വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. 3 കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാട് ഉണ്ടായിട്ടില്ല. പോരുവഴി ഹെൽത്ത് സെന്ററിൽ ഇന്ന് മഞ്ഞപ്പിത്ത പരിശോധന സ്കൂൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ടാങ്കർ ലോറി പാറമടയിൽ നിന്നാണ് വെള്ളം ശേഖരിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദൃക്സാക്ഷികളുമുണ്ട്. സ്കൂളിൽ നിന്നും കിണറ്റിൽ നിന്നും ശേഖരിച്ച ജലത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പരിശോധനാ ഫലം വന്ന ശേഷം ലോറി ഉടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും SHO അറിയിച്ചു. വെള്ളം പാറമടയിൽ നിന്നും ശേഖരിച്ചതാണെന്നതിന് തെളിവൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം അടിസ്ഥാനമാക്കിയാകും തുടർ നടപടിയെന്ന് ശൂരനാട് SHO ശ്രീകുമാർ പറഞ്ഞു. സ്കൂൾ അധികൃതർക്കെതിരെ നടപടിയെടുക്കേണ്ടത് ആരോഗ്യവകുപ്പാണെന്നാണ് പോലീസിന്റെ നിലപാട്.